Hello guys, I'm here the Hey Gamer. Guys, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ വാട്സ് കം സ്റ്റുഡിയോയിലാണ്. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. നമ്മൾ കമ്പനിക്കാർ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാണ് വരുന്നത്. ജീരിയം കയ്യേ ഗൈസ്, എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. ഇന്ന് എന്തൊക്കെയാണ് വന്നത് നിങ്ങളെ എക്സ്പെക്റ്റേഷൻ ഒന്ന് കമൻറ്റ് ചെയ്യുക. നോക്കാം എന്തൊക്കെ വന്നത് വരട്ടെ. ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഗൈസ് ലോഗിനേൻ്റെ ഇത് കിട്ടിയത് സബ്രിനി എന്ന് പറയുന്ന ഏതോ ഒരു പൊട്ടന നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഒരു ഫ്രീ സ്പിന്നൊക്കെ ഉണ്ട്, കുറേ ഫ്രീ സ്പിൻ ഉണ്ട് കേട്ടോ. അതിന് വന്ന് പാക്ക് ചെയ്തുപോലെ ലാമിയമാൽ വന്നിട്ടുണ്ട്. ഗൈസ് നമുക്ക് നോക്കാം, കുറേ ഇതുണ്ടല്ലോ. ലാമിയമാൽ റിബ്ലിക് പ്ലസ് ബ്ലിറ്റ്സ് കോളറാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ കിലിയൻ എംബാപ്പെ വന്നിട്ടുണ്ട്. ഫിനോമിനൽ ഫിനിഷിംഗ് പ്ലസ് ലോ സ്ക്രീമറാട്ടോ, കിട്ടിയാൽ പൊളിച്ചും. പിന്നെ ഗാർഷ്യ വന്നിട്ടുണ്ട്, ജോ ഗാർഷ്യ ഡയറക്റ്റ് ഡിഫൻസ് ആൻഡ് വിഷണറി പാസ്സാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ 150 ആൾക്കാർ വെച്ച് സ്പാനിഷ് ലീഗാണ് വന്നിട്ടുള്ളത്. ഗൈസ് നമുക്ക് നോക്കാം. പിന്നെ വേറെ എന്തെങ്കിലും വന്നുകൊണ്ട് നമുക്ക് ആദ്യം പെനാൽറ്റി അടിച്ചല്ല ഇന്നത്തെ ഭാഗ്യമുണ്ടോ എന്ന് നോക്കാം. ഗൈസ് നമുക്ക് ആരെങ്കിലും കിട്ടുമോ, നമുക്ക് ലക്ക് ഉണ്ടോ? 100 കോയിനാട്ടോ നമ്മളെ ഇതിൽ. അതെന്തായാലും ഇപ്പോഴൊന്നും കിട്ടില്ല. നമ്മൾ നടുവൊക്കെ അടിച്ചിട്ടുണ്ട്, സേവ് ആക്കിയിട്ടുണ്ട്, ഈസി. അപ്പം ഇന്ന് ലാഭമില്ല എന്നാണ് കൊണാമി നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. പെനാൽറ്റി കേക്ക് മിസ്ഡ് എവിടെ ഗൈസ് 7 കൂടി ഉണ്ട്. 2 ദിവസം കൂടി കിട്ടിക്കോളും 100 കോയിൻ. ഗൈസ് 9 ഇതുണ്ട്, എന്താ ഫ്രീ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം പേർക്ക് പ്ലേ സ്റ്റൈൽ നോക്കാം. ആദ്യം നമുക്ക് മിഷൻസിലൊന്ന് അടിക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. എന്താ ഗൈസ് ക്ലിയർ ചെയ്ത് ഡോക്യുമെൻറ്റ് നമുക്ക് ഇതായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാമിയമാലിൻ്റെ ഇതൊക്കെ നോക്കണം. അതിൻ്റെ മുമ്പ് എന്തൊക്കെ വന്നിക്കണം നോക്കാം. നമുക്ക് നോക്കാം. പാക്സിൽ കോച്ച് ആഡ് ആക്കിയിട്ടില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഫ്രീ സ്പിൻ ഉണ്ട്. നമുക്ക് ആദ്യം അത് കറക്കിയതിന് ശേഷം ബാക്കി സംസാരിക്കാം. ഫ്രീ സ്പിൻ നമ്മൾ കറക്കി. നമുക്ക് എംബാപ്പനെ വേണമെന്നൊക്കെ ഉണ്ട്, എന്നാലും കിട്ടൂല ഗൈസ്, നമുക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ആരെങ്കിലും കിട്ടിയാ കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ലാമിയമാലിലൊക്കെ ലാസ്റ്റ് നോക്കാം. ഗൈസ് ഒടേകാർഡ് വന്നിട്ടുണ്ട്, അതിലും ഫ്രീ സ്പിൻ കൊടുക്കുക. ബാക്കിയുണ്ടെങ്കിൽ കിട്ടും, പക്ഷേ അതിനും കിട്ടില്ല. കിട്ടിയില്ല. പിന്നെ നമുക്ക് റിസൾട്ട് നോക്കണം. ഒടേകാർഡ്. പിന്നെ സ്പാനിഷ് ലീഗിൻ്റെ പ്ലെയർ ഓഫ് ദി സീസണാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതേമാതിരത്തെ റിസൾട്ടും വന്നിട്ടുണ്ട് കേട്ടോ. ടെക്നിക്കൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് എന്തായാലും കിട്ടും. ഇല്ല, അതും കിട്ടിയില്ല. അപ്പോൾ ഫ്രീ സ്പിന്നൊക്കെ നമ്മൾ അടഫടെല്ലാം മൂന്നിട്ടുണ്ട്. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ആരെല്ലാം കിട്ടും. പ്ലെയർ ഓഫ് ദി വീക്ക് വന്നിട്ടുള്ളത് സെമിയോണിയ ഹീൽ ട്രിക്ക് പറഞ്ഞ സ്കില്ലോട്. ബ്രൂണോ ഫെർണാണ്ടസും വന്നിട്ടുണ്ട്. റാഫീനിയ ഓനും വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളത്.
മാൻസീനിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മൊറീത്ത അതൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ അങ്ങനെയായിട്ടൊന്നും വരാനൊന്നും സാധ്യതയില്ല. ഡ്രോപ്പ്മെൻ്റ് പോയിട്ടില്ല. വേറെ ആരെങ്കിലും വന്നോളോ? വേറെ ആരെങ്കിലും ഇല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ആദ്യം റിസാൽ ഏതാത് നോക്കാം. ബ്ലിറ്റ്സ് കോളർ പ്ലസ് ആക്സലറേഷൻ ബസ്റ്റാണ് റിസാലിനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതും പ്രൊഫിലിക്ക് വിങ്ങറുമായിട്ടാണ് റിസാൽ വന്നിട്ടുള്ളത്. കിട്ടില്ല തന്നെ അവൻ ബോൾ ക്യാരിങ് ഉള്ള ബൂസ്റ്ററാണ്. ഡബിൾ ടച്ച് ഉണ്ട്, ചോപ്പ് ടേൺ ഉണ്ട്, സോൾ കൺട്രോൾ ഉണ്ട്, ആക്സലറേഷൻ ബസ്റ്റ് ഉണ്ട്, ലോങ് റേഞ്ച് കോളർ ഉണ്ട്, ബ്ലിറ്റ്സ് കോളർ ഉണ്ട്, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ത്രൂ പാസിങ്, ഗെയിംസ്മാൻഷിപ്പ്, സൂപ്പർ സബ്. അതാണ് റിസാലുള്ള ഇത് പറയുമ്പോൾ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒഡേഗാർഡിനെ നോക്കാം. ഒഡേഗാർഡിനെ കൊണ്ടുവന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആർസനൽ ജയിച്ചുകൊണ്ടാട്ടോ. നമുക്ക് ഏതൊക്കെ സ്കില്ല് വരുന്നത് ഏതൊക്കെയാണ്? ആക്സലറേഷൻ ബസ്റ്റ് അല്ലേ, ഫിനോമിനൽ പാസ് പ്ലസ് അറ്റാക്ക് ട്രിഗറാണ്. പിന്നെ നമുക്ക് വരുന്ന ഓർക്കസ്ട്രേറ്ററാണ് കേട്ടോ. നമുക്ക് ഓഫൻസ് ക്രിയേറ്റർ പറഞ്ഞൊരു ബൂസ്റ്ററുണ്ട്, ഡബിൾ ടച്ച്, ലോങ് റേഞ്ച് കോളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, വൺ ടച്ച് പാസ്, ത്രൂ പാസിങ്, വെയിറ്റഡ് പാസ്, പിൻ പോയിന്റ് ക്രോസിങ്, ഫിനോമിനൽ പാസ്, ക്യാപ്റ്റൻസി, അറ്റാക്ക് ട്രിഗർ. ഇതൊക്കെയാണ് അവൻ്റെ സ്കില്ലായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് വേണം കിട്ടിയിരിക്കണം ഹാഫ് 50 ആളുള്ളൂ, ബാക്കി കിട്ടും. പിന്നെ ലാമിയമാലിൻ്റെ ബിഗ് ടൈം വന്നിട്ടുണ്ട്, അതും പ്രൊഫൈൽ വിങ്ങർ തന്നെയാണ് ഗൈസ്. പിന്നെ ഫാൻറ്റാസ്റ്റിയ എന്നുള്ള സ്കില്ലോട് കൂടിയാണ് വന്നിട്ടുള്ളത്. ബൂസ്റ്റർ, ഡബിൾ ബൂസ്റ്റർ, പിന്നെ ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ്, മാർസൽ ടോൺ, സോൾ കൺട്രോൾ, മൂവ്മെൻറ്റ് ഡ്രിബ്ലിംഗ്, ലോങ് റേഞ്ച് കോളർ, ബ്ലിറ്റ്സ് കോളർ ആൻഡ് ത്രൂ പാസിങ്, പിൻ പോയിന്റ് ക്രോസിങ്, ഔട്ട് സൈഡ് കോളർ. ഗോൾ അടിച്ച ഗോൾ ഉറപ്പായ സാധനമാണ് ലാമിയമാൽ. ഷൂട്ടിങ്ങിൽ അടിപൊളി എംബാപ്പയുണ്ട്. ഗോൾ പോച്ചറാണ് വന്നിട്ടുള്ളത്. അവൻ്റെ ബൂസ്റ്റർ പറഞ്ഞ സ്ട്രെങ്ത്താണ്. സിസേഴ്സ് ഫെയിൻറ്റ്, ഡബിൾ ടച്ച്, ചോപ്പ് ടേൺ, ലോങ് റേഞ്ച് കോളർ, ലോങ് റേഞ്ച് ഷൂട്ടിങ്, ലോ സ്ക്രീമർ, ഫസ്റ്റ് ടൈം ഷോട്ട്, ഫിനോമിനൽ ഫിനിഷിങ്, ഔട്ട് സൈഡ് കോളർ, പെനാൾട്ടി സ്പെഷ്യലിസ്റ്റ് ഉള്ള സ്കില്ലോട് കൂടിയാണ് എംബാപ്പെ വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ജോൺ ഗാർഷ്യ, അവനും ഒരു ഇതൊന്നും നോക്കാനില്ല, അറ്റാക്കിങ്, ഗോളി കീപ്പർ, ഗോളി കീപ്പിംഗ് ആണ്, ബൂസ്റ്റർ, വൺ ടച്ച് പാസ്, വെരൽ പാസ്, അതൊക്കെ സാധാരണ ഒരു കീപ്പറിൻ്റെ ഡൗൺ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വന്നോ ഷോപ്പിക്ക് GP എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ലാമിയന്മാർ 80,000 നമ്മൾ കൊടുക്കും. GP ഇസ് നോട്ട് വിഷയം ഫോർ മീ ഗൈസ്. എന്തായാലും നോക്കാം. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് ഷോപ്പിൽ ആരെങ്കിലും വന്നു നോക്കാം. ഇത് വേറെ ആളല്ലേ അറിയില്ല, നമ്മൾ നോക്കാം. പ്ലെയേഴ്സ് ഗൈസ് വന്നിട്ടുണ്ട്. ഇതാ ഈ കോബിമൈനൊക്കെ ഇന്ന് വന്നതാണ്. എടുക്കണേ എടുത്തോളം ഇൻ്റെയൊക്കെ 39,000 ഉണ്ട്, ഞാനത് ഉപയോഗിക്കില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ കോയിൻ ഷോപ്പിക്ക് അങ്ങനെയായിട്ട് ആഡ് ആക്കാൻ സാധ്യതയില്ല. 8 ഫ്രീ സ്പിന്നുണ്ട്, നമ്മൾ കൂട്ടക്കറക്കലാണ്. ഇവൻസ് പോയേക്കാം. PvP 50 കോയിൻ്റെ ഒരു മാച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾ കളിച്ചോളിട്ടോ, 50 കോയിൻ കിട്ടും. F2P ആൾക്കൊക്കെ ഇത് തന്നെയാണ് ലാഭം എന്ന് പറഞ്ഞാൽ. നമ്മളെന്തായാലും ഇപ്പോൾ എൻ്റർ ചെയ്ത് വെക്കും, നമ്മൾ പിന്നെ കളിക്കും അങ്ങനെ. അതും പിന്നെ ഇവൻറ്റ്സ് AIയിലും കുറച്ച് വന്നിട്ടുണ്ടാവും. ഇവൻറ്റ്സ് AIയിൽ വന്നിട്ടുള്ളത് ഫ്രീ ഫയർ കളിക്കുന്ന ചങ്ങായി സൈഡിൽ. പിന്നെ സ്പാനിഷ് ലീഗ് പ്ലെയർ ഓഫ് ദി വീക്ക് ഇറക്കാനും വന്നിട്ടുണ്ട് ഇപ്രാവശ്യം, അതും വന്നിട്ടുണ്ട്. പിന്നെ ഈ റാൻഡം ബൂസ്റ്ററിന് വേണ്ടിയും ടീം എഫേർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വേറെ എന്തായാലും ഒന്നും വന്നിട്ടില്ല. ബോണസ് ആക്റ്റീവ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് പെനാൽറ്റിയിൽ ബോണസ് അതൊന്നും കൂടി നോക്കാം. ഡെയിലി ഗെയിമിൽ ഇനിയിട്ട് പുതിയ ആൾക്കാരെ ആഡ് ആക്കിക്കണോ പറയാൻ പറ്റില്ല, കൊണാമിയാണ്, ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. നാളെ മറ്റന്നാളെ കിട്ടും എനിക്ക്. ഡെയിലി ഗെയിമിൽ ആരും ആഡാക്കാൻ സാധ്യതയില്ല. പറഞ്ഞ കാര്യത്തിന് ആരും ആഡാക്കിയില്ല. എന്തൊരു ബോണസ് ഉണ്ട് 100 കോയിൻ മറ്റന്നാളെ കിട്ടുന്നതിൻ്റെ ഇതാണെന്ന് തോന്നുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നോക്കുക ഗൈസ്, നോക്കാം. ബോണസ് മനസ്സിലായി ഗൈസ്. ഒരു പെനാൽറ്റി ഗോളാക്കിയാൽ 9 എണ്ണം കൂടും, ഗോളാക്കിയാൽ 6 എണ്ണം കൂടും. പിന്നെ എന്തായാലും വേറെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ സ്പിൻ കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമ്മൾ പോണേ.